എക്സൈസ് വകുപ്പെന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കറവ പശുവാണ്. രാജഭരണകാലത്ത് പോലും നടക്കാത്ത കാര്യമാണ് നടന്നത് എന്നും ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണമെന്നും കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ് കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയ സംഭവമായിരുന്നു ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കാനുള്ളത്. 1999 ഒരു ഗവൺമെൻറ് തീരുമാനമുണ്ട്, ഇനി കേരളത്തിൽ പുതുതായി ഡിസ്റ്ററികളും ബ്രൂവറികളും അനുവദിക്കേണ്ടായെന്ന്. ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ആരോരും അറിയാതെ കഴിഞ്ഞ ക്യാബിനറ്റിൽ പാലക്കാട്ട് കഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിസ്റ്ററിയും ബോട്ടിലിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. വാസ്തവത്തിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മദ്യ ഉൽപ്പാദന കമ്പനിയാണ്. അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുമുണ്ട്. ഡൽഹി മദ്യ അഴിമതി കേസിൽ അവർക്ക് പങ്കുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അതോടൊപ്പം പഞ്ചാബിൽ അവർക്കെതിരെ കേസുണ്ട്, അത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത്. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ്. ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. MP രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ നിയമപരമായ നടപടിയും സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത്. ഏത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? 1999 ആ ഉത്തരവ് ഇതുവരെ തിരുത്തിയിട്ടില്ല. അത് മറികടന്ന് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. 2, ഈ പുതിയ മദ്യ നയത്തിൻ്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ഇത്രയും ഏകാധിപത്യപരമായി ആരോരും ചോദിക്കാതെ, ഇടതുമുന്നണി ചോദിക്കാതെ, സംസാരിക്കാതെ കേരളത്തിൻ്റെ വാതായനങ്ങൾ മദ്യമുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത്. എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? ഒയാസിസിനെ ആര് തിരഞ്ഞെടുത്തു? മാനദണ്ഡം എന്താണ്? മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ കുത്തക കമ്പനിയായ ഒയാസിസിന് യഥേഷ്ടം കേരളത്തിൻ്റെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുക വഴി നടന്നിട്ടുള്ള വൻ അഴിമതിയാണ്. ഈ ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം. മാത്രവുമല്ല, എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. കേരളത്തിൽ എത്രയോ ഡിസ്റ്ററികളുണ്ട്, അവിടെ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങി, അതിൻ്റെ സ്ഥിതി എന്താണ്? അപ്പോൾ ഇതൊരു വൻ അഴിമതിയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.